ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി പോസ്റ്റ് മാർക്കറ്റ് ചെയ്ത് എല്ലാം വളരെ വിശദമായിട്ട് കൂലങ്കഷമായി എല്ലാം ചർച്ച ചെയ്തല്ലേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങ് കളയാം. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ലൈവായിട്ട് എല്ലാം ചെയ്യാൻ പോയിന്ന് ഇന്ന് കുറച്ചുകൂടെ ഒന്ന് അഴിച്ചു പുറക്കാൻ പോകാം നമ്മൾ നിഫ്റ്റി. അപ്പം നിഫ്റ്റിയുടെ ലെവലിൽ എടുത്ത് കളഞ്ഞു. നമുക്ക് ആദ്യം ഡേയിലോട്ടൊന്ന് വന്ന് നോക്കാം. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്. നമ്മൾ പിന്നെ ഈ ആഴ്ച ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച നിഫ്റ്റിക്ക് വളരെ നിർണായകമാണ്. ഓക്കെ, വളരെ നിർണായകമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപ്ഷനകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച എന്തായിരുന്നു നമ്മൾ എഴുതിയത്? ഒന്ന് നമ്മളുടെ ഇന്ത്യ US ട്രേഡ് ഡീല് അത് ഓൾമോസ്റ്റ് ആയി എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അതിൻ്റെ ഔട്ട്കം വന്നില്ല. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത്, എന്തൊക്കെ ഡീലിലാണ് പിന്നെ ഇന്ത്യ സമ്മതിച്ചേക്കുന്നതെന്ന് അറിയാനുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇന്നലെ വന്ന ബാങ്കിൻ്റെ SBIയുടെയും പിന്നെ കോട്ടക്കിൻ്റെയും റിസൾട്ട് വളരെ മോശമായിരുന്നു. ഓക്കെ, അപ്പം അത് മാർക്കറ്റ് അതിനോട് പ്രതികരിക്കും. പ്രത്യേകിച്ച് കോട്ടക് ബാങ്ക് ശരിക്കും പ്രതികരിക്കും. കാരണം ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഈ സാധനത്തിനെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പലർക്കും അറിയാം കോട്ടക്ക് എൻ്റെ തറവാട്ട് വകയാന്നുള്ള കാര്യം. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്, കോട്ടക്കിൻ്റെ മൂവ്മെൻറ്റ്. അപ്പം പല പ്രാവശ്യം ഞാൻ കോട്ടക്കിനകത്തിൽ പല നല്ല ട്രേഡുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു 2250 ആ റേഞ്ചിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ 2000 ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2100 ഇപ്പോൾ ഇത് എത്ര 2188 ആ റേഞ്ചിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 2100 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ദിവസങ്ങൾ 2000 ഒക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റ് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കോട്ടക് ബാങ്കിനെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ SBI കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലപോലെ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയായിരുന്നു. അപ്പം അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകാം, നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ വരാം. പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച വ്യാഴാഴ്ച FOMC മീറ്റിംഗ് ഉണ്ട്. അമേരിക്കയുടെ പിന്നെ ഫെഡറൽ റിസർവ് പോളിസി ഈ ആഴ്ച വരുന്നുണ്ട്. അപ്പം അത് വലിയൊരു പ്രശ്നമാണ്. ഈ ജെറോം പവൽ നമ്മുടെ അളിയൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും US മാർക്കറ്റ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ ഈ ട്രേഡ് ഡീലും പിന്നെ ഈ താരിഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ട്രംപ് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, താരിഫ് കുറയ്ക്കണം. പക്ഷേങ്കിൽ അണ്ണം കുറയ്ക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് 2-3 ആർട്ടിക്കിൾ വായിച്ച് നോക്കിയപ്പം അവിടെ ഒക്കെ പറയുന്നത് ജെറോം പവൽ റേറ്റ് പോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, പോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് പലയിടത്തും കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും? ഈ മാർക്കറ്റ് പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രംപ് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയൊക്കെ പല അൺസർട്ടനിറ്റികൾ ഈ ആഴ്ച മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്കൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഈ ആഴ്ച നമ്മൾ ട്രേഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വാറല്ല നമ്മുടെ സ്ട്രൈക്ക് നമ്മളെങ്ങനെ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിക്കും എന്നുള്ളതിനെപ്പറ്റി ഇതുവരെയായിട്ട് നമുക്ക് ആർക്കും ഒരു ഊഹമില്ല. ഏത് രീതിയിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് എന്നൊന്നും ഒരു ഊഹമില്ല. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കും. ഏത് രീതിയിലുള്ള ആക്ഷനാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ, നെഗറ്റീവ് ഫാക്ടർ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ലെവലിനെ നമുക്കൊന്ന് അഴിച്ചു പറിക്കാൻ നോക്കാം. ഞാൻ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം. ഇതിനകത്തിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത്, നമ്മൾ പണ്ടൊരു ലൈൻ ഇവിടെ വരച്ചായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാണ്ട് ഈ ലൈൻ, ഈ ലൈൻ. ഓക്കെ, ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഓക്കെ, ഇച്ചിരി കൂടെ ഒന്ന് മേലോട്ട് കയറ്റുക, ഇങ്ങനെ മുട്ടി നിന്നോട്ടെ. ഓക്കെ, ഈ ഒരു സാധനം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിനെ ബ്ലൂ ലൈൻ ആക്കിയേക്കാം. ഓക്കെ, വളരെ നിർണായകമായ ഒരു ലൈനാണ് നിങ്ങൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ. 23,818. ഓക്കെ, 23,800 റേഞ്ച്.
ഇത് നിഫ്റ്റിക്ക് വളരെ വളരെ നിർണായകമാണ്. ഓക്കെ, നിഫ്റ്റിയുടെ വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ തലവര നിശ്ചയിക്കുന്ന ഒരു ലൈനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലൂ ലൈൻ, തലവര. ഓക്കെ, ഈ 23,808 ഈ 23,808 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നിഫ്റ്റി താഴോട്ട് അല്ല ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോകാനും സാധ്യത ഉണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ഈ ഏരിയയിലെങ്ങാനും വരുമ്പം അടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം നേരെ താഴോട്ട് വരും. ഓക്കെ, അപ്പം ആദ്യത്തെ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. വളരെ നിർണായകമായ ലൈനാണ് 23,818 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ഇനി പിന്നെ ഈ ആഴ്ച നമുക്ക് മുകളിലോട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വരയ്ക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും മാക്സിമം ടു മാക്സിമം നിഫ്റ്റി പോകാനുള്ളത് ഈ ആഴ്ച. എൻ്റെ കണക്കൂട്ടലിൽ മാക്സിമം ടു മാക്സിമം നിഫ്റ്റി പോകാനുള്ള റേഞ്ച് 24,845. ഇതാണ് നിഫ്റ്റി മോളോട്ട് പോകാനുള്ള ഒരു റേഞ്ച്. അതിൻ്റെ കളർ മാറ്റിയേക്കാം. ഓക്കെ, ഇതാണ് മോളോട്ട് പോകാനുള്ളത്. ഓക്കെ, താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ, ഇതാണ് താഴോട്ടുള്ള നിർണായക ലൈനാണ് ഈ സാധനം. അപ്പോൾ 23,219 20 ആക്കാം. എന്ത് പറ്റി? ഓക്കെ, 23,220 താഴോട്ടുള്ളത്. 23,800 പൊട്ടിയാൽ പിന്നെ 23,220, മുകളിലോട്ട് പോയാൽ 23,845. ഓക്കെ, ഈ 3 ലൈനാണ് ഈ ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് സാധനം. ഓക്കെ, വല്ല അടിവെല്ലാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സാധനം നേരെ താഴോട്ട് പോരും. അത് നമുക്ക് വഴിയേ കാണാം. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്ന്. തൽക്കാലം നമുക്ക് ഒരു ലൈൻ കൂടെ ഇവിടെ ഒരു ലൈൻ കൂടെ ഉണ്ട്. ഈ പറയുന്ന ഈ ലൈൻ കൂടെ ഒരു നിർണായക ലൈനാണ്. ഓക്കെ, ഇതും ഇത്രയും ലൈൻ ഇരുന്ന 22,771 അവിടെ വരുന്നതും അത് കുറവായിരിക്കും. അടി ഉണ്ടെങ്കിൽ മാത്രം, അടി സിവിയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സാധനം വരും താഴെ. ഇല്ലെങ്കിൽ ബാക്കി നമുക്ക് ഇതിനകത്ത് ഇതാ റേഞ്ച് 23,800 23,800. ഓക്കെ, ഈ 1000 പോയിന്റിനകത്ത് ഈ ആഴ്ച നിലനിൽക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടറിയണം. അല്ല ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 23,200. ഇത്രയുമാണ് നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നാളെ ഇൻട്രാഡേയും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇൻട്രാഡേയും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ലെവലിൽ നമുക്ക് ഈ ഹൈ ഓക്കെ, ഈ ഹൈയും മാർക്കറ്റ് എത്രയുള്ള ക്ലോസ് ചെയ്തേക്ക് നോക്കട്ടെ. 24,346. അപ്പോൾ ഇത് തന്നെയാണ് താഴത്തെ സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച് ലൈൻ. ഓക്കെ, കളർ മാറ്റിയേക്കാം. നമ്മുടെ റേഞ്ച് ലൈൻ, നിഫ്റ്റിയുടെ റേഞ്ച് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിഫ്റ്റി ഇത് ബ്ലൂ കളറാണല്ലോ, സോറി. ഞാൻ ഈ ലൈവായിട്ട് വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവായിട്ട് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് നാളെ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കിക്കേ, 24,411 അപ്പർ, 24,286 താഴെ. ഈ 2 ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രേഡ് ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഹൈ ആണ്. ഈ ഹൈ 24,411 മുകളിലുള്ള ഈ ഹൈ ആണ് 24,588. ഓക്കെ, ഇതാണ് ടോപ്പ് ഹൈ. ഓക്കെ, കളർ മാറ്റാം. ടോപ്പ് ഹൈ ഇതാണ് 24,411 കഴിഞ്ഞാൽ പിന്നെ 588, 188 പോയിൻ്റ് അകലെ. ഇതിനിടയ്ക്കുള്ള ഇടത്താവളം എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഇടത്താവളമായിട്ട് വെക്കാം. ഈ ഒരു ഹൈ വെറുതെയാണ്, നമുക്ക് അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല. എങ്കിലും ഇതൊന്ന് നോക്കി വെച്ചോ. ഈ 456 ഒരു ഇതായിട്ടൊന്ന് ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ,
താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ഓക്കെ, താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോ. പിന്നെ നോക്കാനാണെങ്കിൽ പിന്നെ നോക്കാനാണെങ്കിൽ രണ്ടിത് ഈ സാധനം രണ്ടിത് 24,045. ഓക്കെ, പിന്നെ വീഴുവാണെങ്കിൽ ഇതൊക്കെ ഒന്നും വലിയ ഗുണമുള്ള വരയൊന്നുമല്ല. വേണമെങ്കിൽ ചുമ്മാ വരച്ചിട്ടേക്കാം ഇല്ലേ. 198 50 60 പോയിൻറ്റിൻ്റെ ഇതുണ്ട്, ചുമ്മാ കിടക്കട്ടെ. വലിയ ഗുണമൊന്നുമില്ല എങ്കിലും ഞാനത് വരച്ചിട്ടേക്കാം. ചിലപ്പം അറിയാൻ പറ്റുമോ, ഈ നല്ല വീഴ്ച വീഴുവാണെങ്കിൽ പിന്നെ ഇതിനൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ ഇൻഷൂറെന്ന് പറഞ്ഞ് പോരും. ഓക്കെ, അപ്പോൾ ഇതൊരു 50 പോയിൻറ്റിൻ്റെ ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ലൈൻ നിങ്ങൾ വരച്ചിടുക. ഓക്കെ, ഇത്രയും ലൈൻ വരച്ചിടുക. ഓക്കെ, കൃത്യമായിട്ട് വരച്ച് വെച്ചേക്കുക. ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇത് ഇങ്ങോട്ട് വന്ന് തട്ടി തിരിച്ചു പോവുക, അല്ല ഇവിടെ വന്ന് തട്ടി തിരിച്ചു പോകുക നോക്കുക. ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കൺഫർമേഷൻ ട്രെൻഡ് ഈ 24,456 പൊട്ടിച്ച് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയാലാണ് നല്ലൊരു കൺഫർമേഷൻ. ഓക്കെ, അങ്ങനെയാണ് 24,558 വരെ പോകും. അതും പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത 23,845 ആയിരിക്കും. താഴോട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പം ഗ്യാപ്പപ്പിലോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ SL ഇവിടെ ആയിരിക്കണം. ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ SL ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. 50 പോയിൻറ്റിൻ്റെ SL കാണും. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് താഴോട്ട് ചിലപ്പോൾ കിട്ടും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തായാലും നമ്മുടെ മേജർ ലൈൻ എന്ന് പറയുന്നത് ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? 23,888. ഇതാണ് നിഫ്റ്റിയുടെ തലവര ലൈൻ എന്ന് പറഞ്ഞത്. അപ്പം ഇത് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇനി എത്ര പോയിൻ്റ് അകലെയാണ്? 400 പോയിൻ്റ് അകലെയാണ്. പക്ഷേ 400 പോയിൻ്റ് പൊട്ടാൻ വലിയ താമസമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിച്ച് കണ്ട് വരച്ചിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നാളെ വളരെ അധോഗതിയായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ. കാരണം പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളും SBIക്കും കോട്ടക്കിനും വെയിറ്റേജ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതുകൊണ്ട് അവർ വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇതിനകത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കളയാം. ഇതെല്ലാം കളഞ്ഞേക്കാം. നമുക്ക് ഡേയിലോട്ട് വരാം. ഡേയിലോട്ട് വന്നാൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ് ഈ നിൽക്കുന്നത്. ഈ ഓൾ ടൈം ഹൈ നമുക്കൊരു നല്ല സ്ട്രോങ് വരച്ചിട്ടേക്കാം. ഇത്രയും. ഓക്കെ, നമുക്ക് ഇത് പറയാനുള്ളത് ഇത് ഒരു മേജർ സംഭവമാണ്. ഓക്കെ, ഈ ലൈൻ പൊട്ടിയാൽ ഓക്കെ 54,435 പൊട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മിക്കവാറും താഴോട്ട് തന്നെ വരും. ഒരു 1000 പോയിൻ്റൊക്കെ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം കോട്ടക്ക് എല്ലാവരും ഇതുവരെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ എപ്പോഴും പറഞ്ഞ് നിങ്ങൾ മുഷിപ്പിക്കണ്ട. കാരണം എന്താ, ഇവിടെ നോക്കിക്കേ, എല്ലാവരും HDFC ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് 50 വീക്ക് ഹൈയും കഴിഞ്ഞിട്ട് പോയി. HDFC ടോപ്പിൽ നിൽക്കുകയാണ്. ICIC നല്ല ടോപ്പിൽ നിൽക്കുകയാണ്. കോട്ടക് ബാങ്ക് ഓൾ ടൈം ഹൈ ആണ്. ഈ SBI ഇതാണെന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ ഇപ്പോൾ ഡേ അല്ലേ, നിങ്ങൾ കണ്ടത് കണ്ടോ? ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആണ്. ഞാൻ വരച്ച ട്രെൻഡ് ലൈൻ തട്ടി നേരെ തിരിച്ചു വന്ന് നിൽക്കുകയാണ് HDFC ബാങ്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1880 താഴെ പോയാൽ HDFCയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. 1880 താഴെ പോയാൽ HDFCയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, ICICI ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഈ 1424 താഴെ പോയാൽ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണും. അങ്ങനെയാണ് 1372 വരെ കാണാനുള്ള സാധ്യതയുണ്ട്. അതും പൊട്ടുവാണെങ്കിൽ പിന്നെ താഴെ പാതാളത്തിൽ കണ്ടാച്ചാൽ മതി. ഓക്കെ, അടുത്ത് കോട്ടക് ബാങ്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാ നോക്കിക്കേ, ഓൾ ടൈം ഹൈ കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് നല്ല തിരിച്ചു വരും. ഇതിനെ ഞാൻ ഉറപ്പിക്കാൻ കാര്യം വെച്ചാൽ ഇതാ നോക്കിക്കേ, ഒരു യമണ്ടൻ എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഡേയിൽ വന്നിരിക്കുന്നത്. കോട്ടക് ബാങ്കിന് ഓൾ ടൈം ഹൈവിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ ഒരു യമണ്ടൻ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് അത്. ഓക്കെ, അതിനുശേഷം അത് ഒരിക്കലും അതിനെ 50% പോലും കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ പോലും വന്നിട്ടില്ല. അവിടുന്ന് പിന്നെ പതുക്കെ മാർക്കറ്റ് താഴോട്ട് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട പോയിന്റ് ഈ 2185 ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എനിക്ക് കാണാപ്പാടോ. അതുകൊണ്ട് ഈ പറയുന്നത് 2111 പൊട്ടിയാൽ 2111 പൊട്ടിക്കഴിഞ്ഞാൽ
ഫസ്റ്റ് 2065, പിന്നെ 1978. ഈ സാധനം ഇങ്ങ് നേരെ താഴെ പോരും. ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്ഥിരം പരിപാടിയായത്. ഓക്കെ, കോട്ടക് ബാങ്കിന് നിങ്ങൾ നോക്കിക്കോ, കോട്ടക് ബാങ്കിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700, 2000 ഇതിൻ്റെ റേഞ്ച്. ആ പല പ്രാവശ്യം നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. 52 വീക്ക് 2023 കണ്ടോ, ഇത് എത്ര പ്രാവശ്യം ഇവിടെ കടന്ന് ഇങ്ങനെ കളിച്ച് നോക്കിക്കേ. ഇത് പല പ്രാവശ്യം ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ഓൾ ടൈം ഹൈ ആണ്. 2021 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും ആ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല, പരാജയപ്പെട്ടു പോയി. അതിനുശേഷം ഇതിങ്ങനെ 2011 മുതൽ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുക. ഇതുകൊണ്ടാണ് ഞാനിതിനെ ശക്തമായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചാണ് ഈ കോട്ടക് ബാങ്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ടക് ബാങ്കിൽ നല്ല 100% ഞാൻ ഈ ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം. അപ്പം കോട്ടക് ബാങ്കിനെ നോക്കുക, താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2011 സപ്പോർട്ട്, അതിനുശേഷം പൊട്ടിയ 2065, അതിനുശേഷം നേരെ താഴോട്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത എസ് ബി ഐ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറച്ചൊരു അപ്പ് മൂവ്മെൻറ്റ് 700 റേഞ്ച് വരെ പോയിട്ട് ഇപ്പോൾ 840 ആ റേഞ്ച് വരെ പോയി. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ് നാളെ ഒരു പക്ഷെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ 765 താഴെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. 700 ഇതിലെ ഇൻട്രാഡേ ലെവലാണ്. ഇതിന് ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ ഞാൻ SBI ഒന്ന് വരച്ചിട്ടേക്കാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. അപ്പം ബാങ്കിന് ഒന്ന് ഞാൻ ഇതെല്ലാം ലൈവായിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾക്കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ ലൈവായിട്ട് വരയ്ക്കുന്നത്. ഒക്കെ SBI ഒന്ന് വരച്ചിട്ടേക്കാം. എന്നിട്ട് വേറെ സാധനം കാണാം കേട്ടോ. ഞാനിതാ നമ്മൾക്ക് ഇങ്ങനെ ഒരു സാധനം എടുത്ത് കാണുന്നുണ്ടല്ലോ, ഇതാ നോക്കിക്ക് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ കണ്ടോ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഇതുപോലെ നിങ്ങളും കണ്ടുപിടിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, എല്ലാം ക്ലിയർ അല്ലേ? 1, 2, 3, 4. അപ്പം ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനം മുകളിലോട്ട് പോകണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ SBIക്ക് ഇനി രക്ഷയുള്ളൂ മുകളിലോട്ട്. ഇല്ലെങ്കിൽ ഈ സാധനം താഴോട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സാധനം കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന അറിയത്തില്ല. ഇതൊന്നും പക്ഷേങ്കിൽ പ്രൊഫഷണലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഞാനിന്ന് വരച്ച് കാണിക്കും. ഞാൻ എൻ്റെ കണ്ണി കണ്ടത് ഞാനങ്ങ് പറയുക, നിങ്ങളിത് കണ്ട് കാണുമായിരിക്കാം. നോക്കിക്കേ, ഇതിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓക്കെ ഇങ്ങനെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറക്ഷൻ വരണം. 750 റേഞ്ചിലൊക്കെ വന്നെങ്കിലേ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് ഇങ്ങനെ വരച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. ഇനി എന്നെ എടുത്തിട്ട് പൊങ്കാല ഇടല്ലോ. ഓൾറെഡി പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പം പിന്നെ പക്ഷേ ഞാനിപ്പോൾ അതൊന്നും മൈൻഡ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ പൊങ്കാല ഇടുമ്പോൾ. പക്ഷേ ഇപ്പോൾ എനിക്കത് വിഷയമുള്ള കാര്യമേ ഇല്ല. ഓക്കെ, പറയുന്നത് കിടന്ന് പറയട്ടെ. അപ്പം ഇത് നിങ്ങൾ നോക്കി വെക്കുക. SBIനെ താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് പറയാനുള്ളത് ഇവിടെ. ഇതൊരു സപ്പോർട്ടാണ്. ഇതൊരു സപ്പോർട്ടായിരുന്നു. ഓക്കെ, അതും പൊട്ടി താഴെ പോയാൽ 785. ഇത് പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദണ്ടിത് ഈ സാധനം ഇത്ര. ഓക്കെ, ഇത് ചുമ്മാ നിങ്ങൾ വരച്ചിട്ടോ കേട്ടോ. ഓക്കെ, ഇത് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇവിടെ നോക്കിക്കേ, നിങ്ങൾ പഠിക്കുന്നവർ നോക്കിക്കേ. ഇവിടെ ഒരു താണ്ട ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടോ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇതൊക്കെ കണ്ടുപിടിച്ചവർക്ക് കണ്ടോ, ഇങ്ങനെയാണ് ബ്രേക്കൗട്ട് നടത്തിപ്പോയത്. കണ്ടോ, എന്ത് ക്ലിയറാന്ന് നോക്കിക്കേ. ഇതാണ് പ്രൈസ് ആക്ഷൻ പഠിച്ചാലുള്ള ഗുണം. ഇത് കണ്ടുപിടിച്ചവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിക്കാണും. ഓക്കെ, കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ നേരത്തെ നോക്കിക്കണ്ട് വെച്ചതല്ല. ഇപ്പോൾ നിങ്ങളുടെ കണ്ണി കണ്ടപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടി പറയുക. ഓക്കെ, അപ്പോൾ SBIൻ്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ലെവലുകളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നിഫ്റ്റി ലെവൽ പറഞ്ഞില്ലേ? നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ലെവലുകളെല്ലാം ഞാൻ പറഞ്ഞു. ഇൻട്രാഡേ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇൻട്രാഡേ ലെവല് പറയാൻ 56,116 1000 പോയിൻ്റുണ്ട് അല്ലേ, 55,000 പോയിൻ്റുണ്ട് അല്ലേ. അപ്പം ജസ്റ്റ് എത്രല്ല ക്ലോസിങ്? 51,115 306. ഇതായത് നോക്ക്, ഇവിടെ ഇങ്ങനെ വരച്ചിട്ടായിരുന്നു. അവിടെ നല്ല റേഞ്ച്, നല്ല ലെവലാണ്. കാരണം ഇവിടൊക്കെ അത് റെസ്പെക്ട് ചെയ്യുന്ന ലെവലാണ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബ്ലൂ ഇൻട്രാഡേ ആണ്. ഇതിൻ്റെ താഴെ ഇതേ ഉള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് നോക്കുക. വെരി സിമ്പിൾ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത് താഴോട്ട് വിടാൻ
ഒന്നും പറയാനില്ല, നേരെ ഇനി പോരുക എന്നുള്ളതേ ഉള്ളൂ. 54,983 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 54,435 ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതൊരു സംഭവമായിട്ട് ചുമ്മാ കിടക്കട്ടെ, വലിയ കാര്യമൊന്നുമില്ല അത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ 54,435 പൊട്ടിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിവാരത്തൊന്ന് വാരി കൂട്ടിയാൽ മതി ബാങ്ക് നിഫ്റ്റിയെ. അത്രയ്ക്ക്, കാരണം ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്, നിഫ്റ്റി എത്ര പെർഫോം ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഇവൻ താഴെ വന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് തോളെ കൈയിട്ട് മേലോട്ട് പോകാനേ പറ്റൂ. ഞാൻ അങ്ങനെ കരുതുന്നത്, മനസ്സിലായോ? അണ്ണൻ ഇത്ര ഉയരത്തിൽ പോയി, മറ്റേ പുള്ളി കയറാൻ കടന്ന് ബുദ്ധിമുട്ടുന്നു. അപ്പം മറ്റേ പുള്ളി താഴെ വന്നിട്ട് ഈ പുള്ളിയും കൂട്ടിക്കൊണ്ട് വേണം മേലോട്ട് പോകാൻ. അതേ നടക്കത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും 54,435, 54,000 കൂടി ഒരു വര വരച്ചിട്ടേക്കാം ഞാനിവിടെ. 54,000 ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും ലൈന് നിങ്ങൾ നോക്കി വെക്കുക. കളർ മാറ്റിയേക്കും. മുഷിയണ്ട ആരും കേട്ടോ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് മിഡ് ക്യാപ്പ് അണ്ണൻ, നമ്മുടെ തലതൊട്ടപ്പൻ. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാനുള്ളത്, ഇതിപ്പം നമുക്ക് ഡെയിലിയിലോട്ട് വരാം. ഡെയിലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ലൈൻ കിടക്കുന്നു. എല്ലാം ഇന്ന് കളഞ്ഞേക്കാം, കൺഫ്യൂഷനാണ് കണ്ടിട്ട്. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അത് വരയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വരയ്ക്കാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഈ നിൽക്കുന്ന ഒരു പോയിന്റിലായി നിൽക്കുന്നത്, കറക്റ്റ് ഒരു പോയിൻ്റായത്. ഇപ്പം നിൽക്കുന്നത് ഒരു കറക്റ്റ് പോയിന്റിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു നിർണായക ലൈനാണ്. കാരണം എന്താ, ഇവിടെ നോക്കിയേ, 1, 2 പല പ്രാവശ്യം ഇവിടെ വന്നു, ഇവിടെയൊക്കെ പല പ്രാവശ്യം സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിർണായക ലൈനാണ്. ഈ നിർണായക ലൈൻ പൊട്ടി താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് അടുത്ത് നിർണായക ലൈനാണ്. ഇതിന് താഴെ പോയാൽ, ഓക്കെ, ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ 11,798 ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇതൊരു ലൈൻ, ഇത് ഈ ഒരു സംഭവം ഇത്. ഓക്കെ, ഈ ലൈനുകൾ കിടന്നോട്ടെ. 11,713 ഈ റേഞ്ചിലെങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ, ഈ 10,713 ഈ റേഞ്ചിലെങ്ങാനും മിഡ് ക്യാപ്പ് വന്നാൽ പൊസിഷണലായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മിഡ് ക്യാപ്പ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാം. മന്ത്ലി എക്സ്പയറിയില്ല, നെക്സ്റ്റ് മന്ത് എക്സ്പയറിയോ, അതായത് ഇപ്പോൾ ജൂൺ എക്സ്പയറിയോ എല്ലാം നിങ്ങൾക്ക് മേടിച്ച് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ എക്സ്പയറി ആയാലും കുഴപ്പമില്ല, ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇവിടെ കാണാൻ വന്നാൽ പൊസിഷണലായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വെക്കാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ലോ ആയിരിക്കും. ഇതായിരിക്കും സ്റ്റോപ്പ് ലോസ്. ഇതിന് താഴെ പോയാൽ വിട്ടേരെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊസിഷണലായിട്ട് ഈ സാധനം മേടിച്ച് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇത് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് മിഡ് ക്യാപ്പിനകത്തിൽ, ഇൻട്രാഡേ ഒന്നും പറയുന്നില്ല, മിഡ് ക്യാപ്പിനകത്തിൽ പറയാനുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ അടുത്ത ലെവലുകൾ പിന്നെ നമുക്ക് അതിനകത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. ഇത് 13,218 അതൊക്കെ വെരി ഹൈ റേഞ്ചാണ്. ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഇവിടെ വേണ്ടിയത്. ചുമ്മാ വരയ്ക്കുന്നൊന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ കണ്ണിൽ ഉടക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ മിഡ് ക്യാപ്പ്, ചുമ്മാ വരച്ചിട്ടേരെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ റേഞ്ചിലെത്തിയാൽ 10,713 ആ റേഞ്ചിലൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പൊസിഷണലായിട്ടൊരു ട്രേഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾ എല്ലാവരും നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. ഒത്തിരി താങ്ക്സ്. നിങ്ങളൊക്കെ പഠിച്ച് വളരുക, പഠിച്ച് ട്രേഡ് ചെയ്യുക, പഠിച്ച് വിജയിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ന്യായം ഒരു തരംഗം ആക്കണം കേരളത്തിൽ. ഓക്കെ, കേരളത്തിലുള്ള ഇന്ത്യ മുഴുവൻ. അത് നമ്മളിപ്പം മാറ്റം നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, ഇല്ലേ? നമ്മൾ ഓരോരുത്തരും വിചാരിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.